ടേസ്റ്റുള്ള സാമ്പാറും വേണം, എന്നാൽ അതിലെ കഷ്ണങ്ങൾ കഴിക്കാനും പറ്റില്ല. ഇപ്പം എന്താ ചെയ്യുക? ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ സാമ്പാർ. കുക്കർ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് അമരയ്ക്ക, വഴുതനങ്ങ, തക്കാളി, പൊട്ടാറ്റോ, പച്ചമുളക്, ക്യാരറ്റ്, സവോള, വെണ്ടയ്ക്ക ഇത്രയും വെജിറ്റബിൾസ് മാത്രം നല്ലപോലെ കട്ട് ചെയ്ത് ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. ഇതൊന്ന് നല്ലതായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് 1/4 കപ്പ് തോരപ്പരിപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, ഉപ്പ്, കറിവേപ്പില, വെളുത്തുള്ളി, മല്ലിയില, വെള്ളം എന്നിവ ചേർത്ത് ഒരു 4 വിസിൽ കേൾക്കുന്നവരെ നല്ലതായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഞാനിതിന് വേറൊരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് ശരിക്കുള്ള പരിപാടി, താളിക്കാൻ പാകത്തിനുള്ളൊരു ചെറിയ ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റുക. അതൊന്ന് വഴറ്റിയതിന് ശേഷം അടുപ്പ് ഓഫാക്കിയിട്ട് അതിലേക്ക് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, കായം എന്നിവ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് ഈ താളിച്ച് വെച്ചേക്കുന്നതിന് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും ഇട്ട്, ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.